താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങൾ അവസാനമില്ലാതെ തുടരുന്നു. യൂട്യൂബ് ചാനലിലൂടെ അൻസിബയെ വ്യക്തിഹത്യ ചെയ്ത ലക്ഷ്മിപ്രിയയെ വിമർശിച്ച് സിനിമാ പ്രേമികൾ രംഗത്തെത്തി. അധിക്ഷേപവും അപകീർത്തികരവുമായ പരാമർശങ്ങൾ അങ്ങേയറ്റം ഹീനവും സംസ്കാരശൂന്യവുമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. അതേസമയം ടിനി ടോമിനെതിരായ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് വ്യക്തമാക്കി പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടി ലക്ഷ്മിപ്രിയ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ ആക്ഷേപങ്ങൾക്കെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമുയരുന്നത്. അൻസിബയുടെ വ്യക്തിത്വത്തെ തകർക്കുന്ന തരത്തിൽ അപകീർത്തികരമായ ചില പ്രചാരണങ്ങളാണ് ലക്ഷ്മിപ്രിയ നടത്തിയത്. സ്വഭാവഹത്യ നടത്തുന്ന പരാമർശങ്ങൾക്കെതിരെ സിനിമാ പ്രേമികൾ തന്നെ രംഗത്ത് വന്നു. കഴമ്പില്ലാത്ത ആരോപണങ്ങളും കഥകളും പറഞ്ഞു വരുന്നത് സംഘടനയ്ക്കും സിനിമയ്ക്കും ഭൂഷണമല്ലെന്ന് ചലച്ചിത്ര സ്നേഹികൾ പ്രതികരിച്ചു. ലക്ഷ്മിപ്രിയയെ പരിഹസിച്ചും അൻസിബയെ പിന്തുണച്ചുമായിരുന്നു പ്രതികരണങ്ങളേറെയും. ഇതിനിടെ ടിനി ടോമിനെതിരായ പരാതിയിന്മേൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. മതതീവ്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിന്മേൽ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് നിലപാട്. മറ്റൊരാൾ പറഞ്ഞത് കേട്ടുവെന്നാണ് പരാതിയിലുള്ളതെന്നും അത്തരത്തിൽ വേറെ ഒരാൾ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് കടവന്ത്ര സിഐ എറണാകുളം സെൻട്രൽ എസ്.പിക്ക് റിപ്പോർട്ട് നൽകി. ശ്വേതാ മേനോൻ, ടിനി ടോം, നീന കുറുപ്പ് അടക്കമുള്ളവരുടെ മൊഴിയെടുത്തുള്ള അന്വേഷണത്തിന് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടെ അൻസിബയുടെ 2 പരാതികളാണ് കേസിലേക്ക് കടക്കാതെ അവസാനിക്കുന്നത്. അതേസമയം പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് അധികം വൈകിപ്പിക്കേണ്ടെന്ന നിലപാടിലാണ് അഡ്ഹോക് കമ്മിറ്റി. 2 മാസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനും തുടർപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലേക്കും കടക്കണമെന്ന് മുതിർന്ന താരങ്ങളും അഭിപ്രായപ്പെടുന്നു. അമ്മയിൽ നിന്നും രാജിവെച്ചു പോയവരെ തിരികെ എത്തിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ആരെയും മടക്കിക്കൊണ്ടുവരേണ്ടതില്ലെന്നാണ് താത്കാലിക ഭരണസമിതിയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.